ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ മാങ്ങ വെച്ചുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മധുരക്കറി അല്ലെങ്കിൽ അച്ചാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. സദ്യേൻ്റെ ഒപ്പം അതുകൂടാതെ ഇറച്ചിച്ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 350 ഗ്രാം ഉണ്ട് ഈ മാങ്ങ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മാങ്ങ നല്ലപോലെ ഗ്രേറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു സ്ലൈസർ അല്ലെങ്കിൽ ചോപ്പർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ലെണ്ണ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇത്തിരി കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ നല്ലെണ്ണ 3 ടീസ്പൂൺ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഉലുവായും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒരു 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കണം. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് ഇപ്പോൾ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് 3 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 3 ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 3 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങായും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഇതിലാവശ്യമായത് ശർക്കര ഉരുക്കിയതാണ്. 200 ഗ്രാം ശർക്കര ഞാൻ 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചൊഴിച്ചേക്കുന്നതാണിത്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മധുരമാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.